എന്റെ എല്ലാ സ്വഭാവങ്ങളും അവരറിഞ്ഞിരിക്കണം ബ്രോക്കറെ. ചാക്കോച്ചൻ ജീവിതത്തിൽ ആലോചിക്കാത്ത ഒരാളിപ്പം ടെലിഫോൺ ലൈനിൽ വരുന്നുണ്ട്. ട്രംപാണോ? ഹലോ ലാൽജി, നമസ്കാരം. ലാൽജി അറിയാവുന്ന ഒരു മനുഷ്യൻ എന്റെ അടുത്ത് നിൽപ്പുണ്ട് കേട്ടോ. ഹാപ്പി വിഷു. ഞാൻ ഒരു ഹാപ്പി വിഷു നേരത്തെ വേറൊരു ശാലയിൽ പറഞ്ഞത്, അപ്പൊ അവൻ ഓടിക്കളഞ്ഞു. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഇദ്ദേഹത്തിന്റെ സിനിമ ഒരു ദുരൂഹ സാഹചര്യത്തിൽ നിന്ന് റിലീസ് ചെയ്യാണ്. നന്നായിരിക്കട്ടെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഈ പേട്രിയോട്ട് സിനിമ വരാൻ പോവാണല്ലോ, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പേട്രിയോട്ട് സിനിമ നല്ല സിനിമയാണ്, കാണൂ. അത്ര വേറെന്താ ഞാൻ പറയാണ്ട. പേര് തന്നെ പേട്രിയോട്ട് എന്നാണല്ലേ? പേട്രിയോട്ട് എന്ന് പറഞ്ഞാൽ രാജ്യസ്നേഹം ഉള്ള ഒരാളെന്നാണ്. അവിടെ റിഹേഴ്സലൊക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ടോ? അമേരിക്കയിലല്ലേ ഇപ്പോ? അമേരിക്കയിലാണ്. ചിലപ്പോ കാണും, ചിലപ്പോ കാണില്ല, അത്രേ ഉള്ളൂ. അവിടെ റിഹേഴ്സലൊക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ടോ? അമേരിക്കയിലല്ലേ ഇപ്പോ? അമേരിക്കയിലാണ്. ചിലപ്പോ കാണും, ചിലപ്പോ കാണില്ല, അത്രേ ഉള്ളൂ. നോ പ്രോബ്ലം. എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. ചാക്കോച്ചന്റെ സിനിമയ്ക്ക് ഒരു ആശംസ പറയണേ, കാര്യം അത് വിജയിക്കണം എന്നുള്ളത് അവിടെ ആവശ്യമായിരിക്കാം. ഏതാണ്? ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഇന്നിപ്പോ റിലീസാ. ഒരു ദുരൂഹ സാഹചര്യത്തിലല്ല നമ്മളെ കാണേണ്ടത്. വെള്ളം അടിച്ചോ? അല്ല, വെള്ളം ഒഴിച്ചോ? ലോകത്തിലുള്ള എല്ലാ മലയാളികൾക്കും എന്റെ സ്നേഹവും പ്രാർത്ഥനയും അറിയിക്കുന്നു. എല്ലാവർക്കും ഒരു വിഷു ആശംസകൾ അറിയിക്കുന്നു. ഞാൻ US-ലാണ്. എങ്ങനെയുണ്ട് അമേരിക്കയിലെ വിഷു? അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഇത്തവണ ലാലാരാധകരെ സംബന്ധിച്ച് ദൃശ്യം 3, പേട്രിയറ്റ് പല സിനിമകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പൂടിയാണ്. എങ്ങനെയുണ്ട് പ്രതീക്ഷകള്? ഒരു പ്രതീക്ഷയില്ല. നമ്മൾ ചെയ്തു, അത് കഴിഞ്ഞു. ഇനി അത് വരട്ടെ, അത് തിയേറ്ററിൽ വരട്ടെ, ആൾക്കാർ കാണട്ടെ. ഞാൻ എന്റെ പ്രതീക്ഷയല്ല, ഞാൻ എന്റെ ജോലി കഴിഞ്ഞാൽ. സിനിമ എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. ഒരു ഇതിന് നമുക്ക് ഭാഗ്യം എന്ന് പറയുന്ന ഒരു വാക്കല്ലല്ലോ, അതൊരു എന്താ പറയുന്ന ഒരു ഈശ്വര. ശ്രീ മോഹൻലാൽ വോട്ട് ചെയ്യാനെത്തി ബൂത്തിൽ കാത്തു നിന്നു. ഇത്തവണ കണക്ക് നോക്കുമ്പോൾ സംസ്ഥാന ചരിത്രത്തിൽ 3ാം റെക്കോർഡാണ്. നല്ല ഒന്നാന്തരം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. അതിപ്പോ എപ്പോഴെങ്കിലും നിങ്ങള് ഈ ആരോ പ്ലാന്റുകളൊക്കെ വന്ന് ഒന്ന് ഷൂട്ട് ചെയ്യണം. എന്നിട്ട് എന്താണെന്നുള്ളത് ആൾക്കാർ മനസ്സിലാക്കണം. ഈ വെള്ളം എന്ന് പറയുന്നത് എന്റെ ഭഗവാനെ, ഞാൻ മാറ്റിനെ പോയി എനിക്ക് തളച്ച് മറിയാണ്. ഒരു മഗ് ഒഴിച്ചപ്പോ എനിക്ക് ഭയങ്കര സുഖം. ഞാൻ പോകുന്നു. ബൈ ബൈ. അയ്യോ, വഴി മാറി.